ഹലോ ഗൈസ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ DM ഫുള്ള് +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ വറീസും ടെൻഷൻസും ഒക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരെ ടെൻഷൻ കാണുമ്പോൾ എനിക്കെന്നെ ടെൻഷൻ ആവുന്നുണ്ട്. ശരിക്കും ഇത് ഇത്രയും വലിയൊരു സംഭവമാണോന്ന് വരെ ഞാൻ ആലോചിച്ചു. അന്ന് ഈ ഒരു പൊസിഷനിൽ നിന്നപ്പോൾ, അതായത് +2 കഴിഞ്ഞിട്ട് ഇനി ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചു പോയി. അപ്പോൾ ഇത്ര അധികം നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കോളേജ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പഠിച്ചെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് എന്താ CSE ടഫാണ്, അപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ടെൻഷനും കൊണ്ട് ഒരിക്കലും കോളേജിൽ പോവാതിരിക്കുക. ബിക്കോസ് ടെൻഷൻ കാരണം എക്സാം ഫ്ലോപ്പായി പോകുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ടെൻഷൻ അടിക്കാനൊന്നുള്ള സമയമില്ല. ആ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിലബസ് കവർ ചെയ്യാം. നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ പഠിക്കുക, അത്രേ ഉള്ളൂ. മാക്സിമം സിലബസ് കവർ ചെയ്യുക, PYQ വെച്ചിട്ട് സോൾവ് ചെയ്ത് പഠിക്കുക, മാക്സിമം റിസോഴ്സസ് യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി പഠിച്ചവനക്ക് വിട്ടുകൊടുക്കുക, തവക്കലത്തുള്ള. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പം തന്നെ ബോധറാവേണ്ട ആവശ്യമില്ല. പിന്നെ കുറേ പേര് ചോദിച്ചു, ഞാൻ +2ത്തെ മാത്സ് ഒന്നും കൂടി ഫുള്ളായിട്ട് ഇപ്പോൾ ഇരുന്ന് പഠിക്കണമെന്നൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബേസിക്സ് മുതൽ നമ്മുടെ സിലബസിൽ തന്നെ പഠിക്കുന്നുണ്ട്. പഠിക്കേണ്ട പോലെ പഠിച്ചാൽ മതി. ഇപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ RVS അക്കാഡമി ഫോളോ ചെയ്താൽ മതി. അങ്ങനെ കുറേ നല്ല നല്ല യൂട്യൂബ് ചാനൽസ് ഫസ്റ്റ് ഇയറിന് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകൾക്കും ഉണ്ട്.